കേട്ടാ, ഒരു രക്ഷയുമില്ലാത്ത ആൾക്കൂട്ടം എന്ന് പറയാം, നമുക്ക് പുറകോട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല. കടലാണ്, കടൽ. അതെ, ഞാനതാണ് സൂചിപ്പിച്ചത്. ഞാനിപ്പോ ഈ സമയത്ത് ആരെയും കുറച്ച് കാണുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടിക്കലാശത്തിലെ ആൾക്കൂട്ടം നമ്മുടെ മുൻപിൽ കാണാം. എന്നാൽ ഇവിടെ നിന്നും നോക്കിയാൽ ഇടതുപക്ഷത്തെ ജനസാഗരം അത് നമ്മുടെ ദൃശ്യപരിധിക്കും അപ്പുറത്തേക്ക് നീണ്ടു കിടക്കുകയാണ്. ഇത് പതിവില്ലാത്തതാണ്. നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു ജനസഞ്ചയമാണ്. സമുദ്ര സമാനമായ ജനസഞ്ചയം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഇത് കണ്ടപ്പോ ഒരു മനുഷ്യ കടല് പോലെ തോന്നിയതുകൊണ്ട് പെട്ടെന്ന് വായിൽ വന്ന വാക്കാണ്. ശരിക്കും ആവേശത്തിന്റെ തിരയൊടുങ്ങാത്ത ഒരു കടലിരമ്പമാണ്. നോക്കൂ നിങ്ങൾ ഈ ആൾക്കൂട്ടത്തെ, അവരാവേശത്തിന്റെ കൊടുമുടിയിലാണ്. ഇത് ഈ നാടിന്റെ ഹൃദയസ്പന്ദനം നമ്മുടെ മുൻപിൽ വിളിച്ചു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യുവാക്കളുടെയും സ്ത്രീകളുടെയും ഒക്കെ വലിയ നിര ഈ റാലിയിൽ കാണാൻ കഴിയും. കുറെ പുതിയ വോട്ടർമാരുടെ മണ്ഡലമാണ്. അപ്പോൾ ഇത്രത്തോളം ഒരു വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു സാന്നിധ്യം, അത് വലിയൊരു പ്രതീക്ഷ നൽകാൻ കഴിയുന്നതാണല്ലേ. അത് ചെറുപ്പക്കാർ അതുപോലെ ചെറുപ്പക്കാർ മാത്രമല്ല, ആബാലവൃദ്ധമുണ്ട്. പക്ഷെ ചെറുപ്പക്കാർ പ്രത്യേക ആവേശത്തോടെയാണ്. വിദ്യാർത്ഥി യുവജനങ്ങളും ഇതാ എല്ലായിടത്തും കാണാം. ഒരു പ്രത്യേക ആവേശത്തിലാണ് നാടാകെ. പലർക്കും ഫസ്റ്റ് വോട്ടാണ്, കന്നി വോട്ടാണ്. അതിന്റെ ഒരുപാട് കന്നി വോട്ടർമാരെ കാണുകയുണ്ടായി. ഈ കൂട്ടത്തിൽ പലരും ഉണ്ട്.